പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാനനഷ്ട കേസ് നൽകി. മുഖ്യമന്ത്രി 31 കേസിൽ പ്രതിയാണെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് കേസ്. അതേസമയം കപട മനസാക്ഷിയെ സംരക്ഷിക്കാനായാണ് മുഖ്യമന്ത്രി കേസ് കൊടുത്തതെന്നും തന്റെ നാവ് ബന്ധിക്കാൻ ശ്രമിക്കുന്ന ഉമ്മൻചാണ്ടി വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും വി എസ് പ്രതികരിച്ചു. മാനനഷ്ട കേസ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയുടെ വെക്കേഷൻ ബെഞ്ചാണ് മുഖ്യമന്ത്രി നൽകിയ മാനനഷ്ട കേസ് പരിഗണിക്കുക. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ വി എസ് നടത്തിയ പ്രസംഗം അപമാനിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പരാതി. വി എസ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു. മുഖ്യമന്ത്രി 31 അഴിമതി കേസുകളും മന്ത്രിസഭാംഗങ്ങൾ മൊത്തം 136 കേസുകളും നേരിടുന്നുവെന്ന പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും പരാതിയിൽ പറയുന്നു. കപട മനസാക്ഷിയെ സംരക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടിയുടെ കേസെന്ന് വി എസ് തിരിച്ചടിച്ചു. പ്രസംഗം തടയണമെന്നാവശ്യപ്പെട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാതി അപഹാസ്യവും ഒളിച്ചോട്ടവുമാണ്. സർക്കാരിന്റെ അഴിമതി തുറന്നുകാട്ടുക പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്. നാവ് ബന്ധിക്കാമെന്ന് കരുതുന്ന ഉമ്മൻചാണ്ടി വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും വി എസ് പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള 5ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 3 ജില്ലകളിലായി 53 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. സൗത്ത് 24 പർഗാനയിലെ 31-ഉം ഹൂഗ്ലിയിലെ 18-ഉം ദക്ഷിണ കൊൽക്കത്തയിലെ 4 മണ്ഡലങ്ങളിലുമാണ് 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 43 വനിതകൾ ഉൾപ്പെടെ 349 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 1,24,00,000 വോട്ടർമാർക്കാണ് സമ്മതിദാനാവകാശമുള്ളത്. മുഖ്യമന്ത്രി മമതാ ബാനർജി വീണ്ടും ജനവിധി തേടുന്ന ഭവാനിപ്പൂർ മണ്ഡലമാണ് 5ാം ഘട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രം. മമതയ്ക്കെതിരെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബത്തിലെ ഇളമുറക്കാരനായ ചന്ദ്രകുമാർ ബോസിനെയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. ദീപദാസ് മുൻഷിയാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു എന്ന പ്രത്യേകതയും 5ാം ഘട്ടത്തിനുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സുജൻ ചക്രവർത്തി, റോബിൻ ദേവ്, തൃണമൂലിനു വേണ്ടി സംസ്ഥാന മന്ത്രിമാരായ അരൂപ് വിശ്വാസ്, മനീഷ് ഗുപ്ത തുടങ്ങിയവരാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖ സ്ഥാനാർത്ഥികൾ. ആദ്യ 4 ഘട്ട വോട്ടെടുപ്പിലും തൃണമൂൽ നേതൃത്വത്തിൽ വ്യാപക അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിരീക്ഷകരെയും നിയോഗിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പിണറായി വിജയൻ. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട 10 വയസ്സുകാരൻ റിസ്റ്റിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി എത്തിയിട്ട് പോലും സംഭവത്തിൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയും കരച്ചിലടങ്ങാത്ത റിസ്റ്റിയുടെ വീട്ടിൽ പിണറായിയുടെ സന്ദർശനം സാന്ത്വനമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് നാടിനെ നടുക്കിയ ദുരന്തത്തിൽ തന്റെ അനുശോചനം അറിയിക്കാനും റിസ്റ്റിയുടെ കുടുംബാംഗങ്ങളെ സാന്ത്വനിപ്പിക്കാനുമായി പിണറായി വിജയൻ എത്തിയത്. റിസ്റ്റിയുടെ പിതാവ് ജോൺ, അമ്മ ലിനി, സഹോദരൻ ഏബിൾ ജോൺ എന്നിവരോടൊപ്പം അല്പസമയം ചിലവിട്ടാണ് പിണറായി മടങ്ങിയത്. സംഭവം നടന്നിട്ടും ഈ മേഖലയിലെ മയക്കുമരുന്ന് മാഫിയെ നേരിടുന്നതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് പിണറായി പറഞ്ഞു. പോലീസ് ഉണർന്നു പ്രവർത്തിക്കേണ്ട ഘട്ടത്തിൽ അവരെ നിർവീര്യമാക്കുന്നുണ്ടോ? ഇതിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുള്ളതാണല്ലോ. എന്താണ് അത്തരത്തിൽ ഇടപെടാൻ ഗവൺമെൻറ് തയ്യാറാകാത്തത്? ഇവിടെ വന്നുപോയ മുഖ്യമന്ത്രിക്കും ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷവും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ല? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളും അതിൽ നിന്ന് ഒട്ടേറെ സംശയങ്ങളും ഉയരുന്നൊരു സംഭവമാണിത്. CPM ജില്ലാ സെക്രട്ടറി P. രാജീവ്, എറണാകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. അനിൽകുമാർ എന്നിവരും പിണറായിയെ അനുഗമിച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് മയക്കുമരുന്നിനടിമയായ അയൽവാസി അജി ദേവസി റിസ്റ്റിയെ കുത്തിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് പല നിയോജക മണ്ഡലങ്ങളിലും BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് ശക്തിപ്പെട്ടു വരികയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിൽ BJP ഈ തെരഞ്ഞെടുപ്പിലും അക്കൗണ്ട് തുറക്കുകയില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിലെ വോട്ടർമാരെ ആവേശത്തിലാക്കിയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ UDF സർക്കാരിനെതിരെയും BJPക്കെതിരെയും ആഞ്ഞടിച്ചത്. നെയ്യാറ്റിക്കര നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആൻസലന്റെ കാരോട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം പഴയ ഉച്ചക്കടയിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാരിന്റെ മദ്യനയം കൈക്കൂലി വാങ്ങാനായുള്ളതാണെന്ന് കോടിയേരി പറഞ്ഞു.
നൂറുകണക്കിന് പ്രവർത്തകരും വോട്ടർമാരും യോഗത്തിൽ സംബന്ധിച്ചു. കോവളം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി ജമീല പ്രകാശത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗവും കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് യോഗത്തിൽ പങ്കെടുത്തത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TN സീമയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു പ്രവർത്തകർക്ക് ആവേശം വിതറി കോടിയേരി ബാലകൃഷ്ണൻ UDF സർക്കാരിനെതിരെയും BJPക്കെതിരെയും രൂക്ഷ വിമർശനമുന്നയിച്ചത്. സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് ശക്തിപ്പെടുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഇത്തവണയും കേരളത്തിൽ താമര വിരിയുകയില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കോൺഗ്രസുമായി ഒത്തുകളിക്കുകയാണ്. പല മണ്ഡലത്തിലും ഈ രഹസ്യ ബാന്ധവം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ നിയമത്തെ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ? നിയമത്തെ മത്സരിക്കുന്നത് O രാജഗോപാലനാണ്. രാജഗോപാലിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ എവിടെ തെരഞ്ഞെടുപ്പുണ്ടോ അവിടെ രാജഗോപാലനുണ്ടാവും. 5 കൊല്ലത്തിനിടയിൽ 5 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 5 തെരഞ്ഞെടുപ്പിലും തോറ്റു. ഇത്തവണ ഒന്നും കൂടി തോക്കണം. പക്ഷെ ഇത്തവണ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ തോൽപ്പിച്ച ശിവൻകുട്ടിയോട് തന്നെ ഒരിക്കൽ കൂടി തോക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവിടെ തന്നെ പോയിട്ട് രാജഗോപാലൻ മത്സരിക്കുന്നത്. പക്ഷെ അവിടെ ഇത്തവണ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. കൈപ്പത്തി നിയമത്തെ എവിടെയും ഇല്ല. അവിടെ ഒരു പിള്ളേനെ നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. പിള്ളേനെ ഒറ്റ കോൺഗ്രസ്സുകാരനും വേണ്ട. അതോടുകൂടി അത് ചാപിള്ള ആയി. മന്ത്രിമാർക്കെതിരെ കേസില്ലെങ്കിൽ എന്തിനാണ് 2 മന്ത്രിമാർ ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് രാജിവെച്ചതെന്നും കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്തൊട്ടാകെ ഇതുവരെ ആകെ 912 പത്രികകളാണ് സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മെയ് 2. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തുവന്ന ഏപ്രിൽ 25 മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയിരുന്നു. പല ജില്ലകളിലും ഇടത് വലതു മുന്നണികളുടെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം 25-ാം തീയതിയാണ് പത്രികകൾ നൽകിയത്. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് 3 മണിയോടെ അവസാനിക്കും. ഇതുവരെ ആകെ 912 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. ഇന്നലെ മാത്രം ആകെ 283 നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചു. ഏറ്റവും കൂടുതൽ പത്രിക ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്, 128 എണ്ണം. കുറവ് പത്തനംതിട്ട ജില്ലയിലും 23 പത്രികകളാണ് ഇവിടെ സമർപ്പിച്ചത്. കാസർഗോഡ് 30-ഉം കണ്ണൂരിൽ 70-ഉം വയനാട്ടിൽ 25-ഉം കോഴിക്കോട് 96-ഉം പാലക്കാട് 76-ഉം തൃശൂരിൽ 92-ഉം പത്രികകൾ ലഭിച്ചപ്പോൾ ഇടുക്കിയിൽ 30, എറണാകുളം 100, കോട്ടയം 54, ആലപ്പുഴ 17, പത്തനംതിട്ട 23, കൊല്ലം 60, തിരുവനന്തപുരം 80 എന്നിങ്ങനെയാണ് ലഭിച്ച പത്രികകളുടെ കണക്ക്. ബുധനാഴ്ച വരെ ആകെ 629 പത്രികകൾ ലഭിച്ചിരുന്നു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം മെയ് 2-നാണ്. അന്നേ ദിവസം 3 മണിക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥികളുടെ ചിഹ്നം അനുവദിക്കുക. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രഖ്യാപനവും ഔദ്യോഗികമായി വരുന്നതോടെ തെരഞ്ഞെടുപ്പ് അംഗവും മുറുകും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വരൾച്ച കെടുതി നേരിടുന്നതിന് അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് നടൻ മമ്മൂട്ടി. എറണാകുളം ജില്ലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകളിലേക്ക് ഉടൻ കുടിവെള്ളം എത്തിക്കുമെന്ന് മമ്മൂട്ടി അറിയിച്ചു. മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 5 വർഷം കൊണ്ട് ജില്ലയിലെ വരൾച്ചയും കുടിവെള്ളക്ഷാമവും പൂർണ്ണമായി പരിഹരിക്കുന്ന പദ്ധതികൾക്ക് തുടക്കമിട്ടതായും മമ്മൂട്ടി അറിയിച്ചു. സംസ്ഥാനത്ത് വരൾച്ചയും കുടിവെള്ളക്ഷാമവും രൂക്ഷമായ സാഹചര്യത്തിലാണ് നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സന്നദ്ധ പ്രവർത്തകരുടെയും സംഘടനകളുടെയും യോഗം വിളിച്ചു ചേർത്തത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. മട്ടാഞ്ചേരി ഉൾപ്പെടെ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകളിലേക്ക് ഉടൻ കുടിവെള്ളമെത്തിക്കാമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചു. വരൾച്ച നേരിടുന്നതിനും നിരവധി നിർദ്ദേശങ്ങളും ഒപ്പം സഹായങ്ങളും യോഗത്തിൽ പങ്കെടുത്തവർ അറിയിച്ചു. ജില്ലയിലെ മുഴുവൻ കുളങ്ങളും തടയണകളും കുടിക്കാൻ പ്രാപ്തമാക്കും വിധം ശുചീകരിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ജില്ലാ കളക്ടർ രാജമാണിക്യം അറിയിച്ചു. അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പുറമെ ജില്ലയിലെ കുടിവെള്ളക്ഷാമം 5 വർഷം കൊണ്ട് പൂർണ്ണമായി പരിഹരിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി യോഗശേഷം മമ്മൂട്ടി മാധ്യമങ്ങളെ അറിയിച്ചു. അടിയന്തരമായി ചെയ്യേണ്ട പ്രവൃത്തികൾ എന്നുള്ളത് ഇപ്പോൾ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളമെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഗവൺമെൻറ്റുമായിട്ടുള്ള വാട്ടർ അതോറിറ്റിയും വ്യക്തികളും സ്ഥാപനങ്ങളും അതിനുള്ള സഹായങ്ങൾ
തരാമെന്ന് ഏറ്റിട്ടുണ്ട്. കുടിവെള്ളം ആവശ്യമുള്ളവർക്കും അവരെ സഹായിക്കാൻ കഴിയുന്നവർക്കും വിളിക്കാനായി 9207000800 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഏർപ്പെടുത്തിയതായി മമ്മൂട്ടി അറിയിച്ചു. വരൾച്ചാക്കെടുതി നേരിടാനായി മമ്മൂട്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, പ്രൊഫസർ MK സാനു, KR വിശ്വംഭരൻ, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി തുടങ്ങി വിവിധ രംഗത്തു നിന്നുള്ള പ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കടുത്ത വരൾച്ചയിലുണ്ടായ കൃഷിനാശത്തെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു. കാസർഗോഡ് ഇരിയണ്ണിയിലെ അപ്പുക്കുട്ടനാണ് ജീവനൊടുക്കിയത്. അപ്പുക്കുട്ടന്റെ കുടുംബത്തിന് ബാങ്കിൽ കടബാധ്യതയുണ്ട്. കടുത്ത വരൾച്ചയുടെ ഭാഗമായി വ്യാപകമായി അടയ്ക്ക നശിച്ചതിനെ തുടർന്നുള്ള നിരാശയാണ് കാസർഗോഡ് ഇരിയണ്ണി ബേപ്പിലെ 53-കാരനായ അപ്പുക്കുട്ടനെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചത്. മൂപ്പത്താത്ത അടയ്ക്ക കൊഴിഞ്ഞു വീഴുന്നത് പ്രതിരോധിക്കാൻ കൊണ്ടുവന്ന കീടനാശിനി കഴിച്ചാണ് അപ്പുക്കുട്ടൻ ജീവനൊടുക്കിയത്. കഴിഞ്ഞ വർഷവും വ്യാപകമായി അടയ്ക്ക കൊഴിഞ്ഞു വീണ് വരുമാന നഷ്ടമുണ്ടായി. ഈ വർഷം ചൂട് കൂടിയതിനാൽ അടയ്ക്ക കൊഴിച്ചിൽ കൂടുതലായി. ഈ നിരാശയാണ് ജീവനെടുക്കുവാൻ അപ്പക്കുട്ടനെ പ്രേരിപ്പിച്ചതെന്ന് ഭാര്യ ശാന്ത പറഞ്ഞു. ഒന്നാമത് കഴിഞ്ഞ വർഷവും ഒന്നും അടുത്ത കിട്ടിയില്ല, ഇത് വീണതുകൊണ്ട്. ഈ വർഷം അതുപോലെ തന്നെ അങ്ങനെ കുറേ പ്രാവശ്യം 2 പ്രാവശ്യം അടിച്ചു, എന്നിട്ടും വീണത് കൊണ്ട് അവർക്ക് സങ്കടം ഉണ്ടായിരുന്നു. നല്ലോണം കാർഷിക നഷ്ടം കാരണം ആത്മഹത്യ ചെയ്യുമെന്ന് അപ്പുക്കുട്ടൻ സൂചിപ്പിച്ചിരുന്നതായി ഇളയ സഹോദരൻ സുകുമാരൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, കംപ്ലീറ്റ് അടക്ക പോയി, ഇനി ഞാൻ എങ്ങനെ ജീവിക്കുന്നത്, 2 കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആ അടിക്കാൻ കൊണ്ടുവന്ന മരുന്ന് പകുതി ഓൻ പറഞ്ഞു, കുറച്ച് മരുന്ന് ബാക്കിയുണ്ട്. ആ മരുന്ന് ഇനി ഞാൻ ഉപയോഗിക്കുന്ന വഴിയല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ല. കുടുംബവിഹിതമായി ലഭിച്ച സ്ഥലത്ത് അപ്പക്കുട്ടന് 400ഓളം കമുകുകൾ ഉണ്ട്. സ്വന്തം പേരിൽ 27 സെന്റ് സ്ഥലവും ഒരു വീടുമാണുള്ളത്. സഹകരണ ബാങ്കിൽ കടബാധ്യതയുമുണ്ട്. SSLCക്കും +2നും പഠിക്കുന്ന 2 പെൺകുട്ടികളുമുണ്ട്. അപ്പുക്കുട്ടന്റെ ആത്മഹത്യയോടെ കുടുംബത്തിന്റെ ആശ്രയം നഷ്ടമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കരിപ്പൂർ വിമാനത്താവളത്തിലെ ഫയർ സീനിയർ സൂപ്രണ്ട് നജീബും കുടുംബവും പഴവെള്ളരി കൃഷിയിൽ പരീക്ഷണത്തിലാണ്. വിളവെടുപ്പിൽ ലഭിക്കുന്ന തുക മുഴുവൻ കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുകയാണ് ഈ കുടുംബം. എയർപോർട്ടിന് സമീപം 1.5 ഏക്കർ വയൽ പാട്ടത്തിനെടുത്താണ് നജീബിന്റെ കൃഷി. പൂർണ്ണമായും ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. മലബാറിൽ അത്ര പരിചിതമല്ലാത്ത പഴവെള്ളരിയിലാണ് പരീക്ഷണം. ആദ്യ വിളവെടുപ്പിൽ 2 ടൺ വെള്ളരി കിട്ടി. കിലോക്ക് 40 മുതൽ 50 രൂപ വരെ വിലയും കിട്ടി. ഈ തുക കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകി. ജൈവ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കൂലി ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. ഷിഫ്റ്റ് ഇല്ലാത്ത സമയത്ത് വന്നിട്ട് രാവിലെയും വൈകിട്ട് വന്നിട്ട് നനയ്ക്കലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യലും, കുട്ടികളായിട്ട് വന്ന് അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത്. കേസ് ഞാൻ കൊണ്ടോട്ടി പാലിയേറ്റീവ് കെയറിന് കൊടുക്കാനുള്ള തീരുമാനമാണ്. മുഴുവൻ തുകയും, അല്ലാതെ ലാഭം മാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും പാലിയേറ്റീവ് കെയറിന് കൊണ്ടോട്ടിയിലെ ബ്രാഞ്ചിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജോലി തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരുന്ന കാലത്ത് പഴവെള്ളരിയും മുല്ലയും കൃഷി ചെയ്ത് വിജയിച്ച അനുഭവവും നജീബിനുണ്ട്. കൃഷിയിൽ സഹായിക്കാൻ സ്വന്തം മക്കളും ഭാര്യയും കൂടെയുണ്ടാവും. പഴച്ചാറായി ഉപയോഗിക്കുന്ന ഈ വെള്ളരി വലിയ പോഷക ഗുണമുള്ളതാണെന്നും നജീബ് പറയുന്നു. ജൈവകൃഷിയിലും ജീവകാരുണ്യത്തിലും സ്വയം പര്യാപ്തതയിലുമെല്ലാം വിമാനത്താവളത്തിലെ ഈ ഉദ്യോഗസ്ഥൻ നമുക്ക് മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.